ഇന്ന് കേരളപുരത്തെ മഹാകാളി ക്ഷേത്രത്തിൽ ഉത്സവമാണ്. തെക്കേക്കാവ് വടക്കേക്കാവ് എന്നീ രണ്ട് ദേശങ്ങൾ തമ്മിൽ 3 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹാ ഉത്സവം. തെക്കേക്കാവ് കാളിദേവിയും വടക്കേക്കാവ് മഹാദേവനുമാണ് പ്രതിഷ്ഠ. വായു, വടക്കേക്കാവിൽ ഉത്സവ കമ്മിറ്റിയിലെ ചില ചർച്ചകൾ കാതോർക്കാം. എടോ വാര്യരെ, ഈ വർഷത്തെ ഉത്സവം കൊഴുക്കും. ഈ വർഷത്തെ ഉത്സവം തീരുമ്പോ നാടിനൊരു ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കും, ത്രിവിക്രമൻ നായർ പറഞ്ഞു. അതെന്താ ത്രിവിക്രമ അങ്ങനെ പറഞ്ഞേ? വാര്യർ അടിമുടി നോക്കിയൊരു ചോദ്യം. അത് പിന്നെ പറയാതെ എങ്ങനെയാ? ആ തെമ്മാടി ചറക്കൽ തറവാട്ടിലെ ഇളയ സന്തതിയില്ലാത്ത ആദ്യത്തെ ഉത്സവമല്ലേ? ഉണ്ടേന് അടിയും വഴക്കും പെണ്ണുപിടുത്തായിട്ട് ഉത്സവം അങ്ങ് അലങ്കോലാക്കും. 3 വർഷമായി നാട് വിട്ടിട്ട്. ഏതിനെയോ പിഴപ്പിച്ചു പോയെന്നാ കേൾക്കുന്നത്. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം? കയ്യിലിരിപ്പ് വെച്ച് ആരെങ്കിലും തല്ലിക്കൊന്ന് കെട്ടിത്താഴ്ത്തി കാണും. നായർ പുച്ഛഭാവത്തിൽ അല്പം എരിയും പുളിയും ചേർത്തങ്ങ് പറഞ്ഞു. പെട്ടെന്നൊരു മുരൾച്ച കേട്ട് വാര്യരും ത്രിവിക്രമനും തിരിഞ്ഞു നോക്കി. മുഹമ്മദ് സുൽത്താൻ. സുൽത്താനെ, ത്രിവിക്രമൻ നീട്ടിയങ്ങ് വിളിച്ചു. എടോ മുണ്ടൻ നായരെ, നിന്റെ വീട്ടിൽ ഏതവളെ പഴപ്പിച്ചിട്ടാണോ അവൻ നാട് വിട്ട്? നിന്നെപ്പോലുള്ള ചില നാറിയ മക്കൾ കാരണ നാട്ടുകാരൊന്നിറങ്ങി ചെറ്റകളെന്ന് വിളിക്കുന്നു. പണ്ട് നിന്റെ അപ്പം വിക്രമൻ നായരെ താഴെ പടിക്കൽ ശാന്ത ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി പൊക്കിയ നാറിയ കഥ ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന പീക്കിരി പിള്ളേർക്ക് വരെ അറിയാം. ആ തന്തയ്ക്ക് പറഞ്ഞ ഈ തന്തയില്ലാത്തവന്റെ നാവിൽ നിന്നും ഇനി എന്റെ അനന്തനെ പറ്റിയൊരു വാക്ക് മിണ്ടിയ തന്റെ പിഴച്ച നാവ് ഞാനങ്ങ് പിഴുതെറിയും. ദേവാനന്ദെന്ന് കേട്ടാ മുണ്ടി മുള്ളുന്ന ചില ഞാഞ്ഞൂളുകൾക്ക് തലപൊക്കി തുടങ്ങിയെന്ന് കേട്ടപ്പോ അത് ഇതുപോലെയുള്ള വിഷം ചീറ്റുന്നാണെന്ന് അറിഞ്ഞില്ല. ഒരുപാട് ഉണ്ടാക്കാൻ നോക്കിയാ നട്ടല് ചവിട്ടി ഉരിഞ്ഞാൻ. കേട്ടോടാ മുണ്ടൻ നായരെ. ഇവൻ മുഹമ്മദ് സുൽത്താൻ, നമ്മുടെ നായകന്റെ ചങ്കും ചോരയുമായ കൂട്ടുകാരൻ. നാട്ടുകാർക്ക് ഇവൻ സുൽത്താൻ, എന്നാൽ അനന്തന്റെ സ്വന്തം മമ്മു. കുടിച്ചും കൂത്താടി നടക്കുന്ന അവനെ പിന്നെ തെമ്മാടി എന്നല്ല എന്താ വിളിക്കേണ്ടത്? എത്ര വർഷം കഴിഞ്ഞു പോയാലും അവൻ ചെയ്തൊന്നും ഞങ്ങൾ നാട്ടുകാർക്ക് മറക്കാൻ പറ്റില്ല. ഒരു മുസൽമാനായി നീ ഉത്സവത്തിന് വന്ന് ഉത്സവം മുടക്കാൻ നോക്കുകയാണോ? നീ അമ്പല പരിസരത്ത് നിൽക്കുന്ന പോലും മഹാദേവന് ഇഷ്ടാവില്ല. നാടിന് മുഴുവൻ നാശുണ്ടാക്കാൻ നീ പോ സുൽത്താനെ. നായർ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തീരും മുന്നേ സുൽത്താന്റെ കൈകൾ മുണ്ടൻ നായരുടെ കഴുത്തിലെ കസവിന്റെ മേൽചുണ്ടിൽ ചുഴറ്റി പിടിച്ചിരുന്നു. ചേറ്റെ, നിന്നെപ്പോലുള്ള നട്ടില്ലാത്ത ഉണ്ണാക്കന്മാർക്കൊരു വിചാരമുണ്ട്. ഒരു കോണകവും ചുറ്റി മേൽമുണ്ടെടുത്തു വന്നാൽ നീയൊക്കെ മറ്റേടത്തെ നമ്പൂതിരിയാണെന്ന്. അതേടാ, 5 നേരം മുറ പോലെ നിസ്കരിക്കുന്ന ഒരു മുസൽമാൻ തന്നെയാണ് ഈ സുൽത്താൻ. എന്നാൽ അതേസമയം അടുത്ത വീട്ടിലെ വേണുമാഷിന്റെ ഭാര്യ സീത ടീച്ചർ അക്ഷരം തെറ്റാ ചൊല്ലുന്ന സന്ധ്യാദീപവും ഭഗവത്ഗീതയും ഈ സുൽത്താൻ ചൊല്ലും. ഒരു കടുകുമണി വ്യത്യാസമില്ലാതെ. തനിക്ക് പറ്റിയോളോ ചെറ്റെ അക്ഷരം തെറ്റാതെ 2 വരി നാമം ചൊല്ലാൻ? അർദ്ധരാത്രി ആരാന്റെ കിടപ്പറയിലെത്തി നോക്കി സൂര്യൻ വന്ന പകൽമാനിനായി സദാചാരം പറയുന്ന നിന്നെപ്പോലുള്ള മോന്റെ മോര മഹാദേവന്റെ ഈ പുണ്യഭൂമിയിൽ ചവിട്ടാൻ അർഹതയില്ലാത്തവൻ. ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണിത്. മുട്ടിലിഴയുന്ന കാലം മുതൽ ഈ അമ്പലമുറ്റത്താ കളിച്ചു വളർന്ന്. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേര് ഉത്സവമായ തേര് വലിക്കും, ക്രിസ്മസ് ആയ കരോള് പാടും, വലിയ പെരുന്നാളിന് ഖുറാൻ ചൊല്ലി ബിരിയാണി ചെമ്പും പൊട്ടിക്കും. ഇനി താൻ ഇവിടുന്ന് ചലച്ചാ ഞാൻ കാര്യമാരി നിലത്തടിക്കും. ഇറങ്ങിപ്പോടാ. അത്രയും മതിയായിരുന്നു മുണ്ടൻ നായരുടെ നാവടക്ക. ഇനി കൂട്ടുകാരനെ കുറിച്ച് അസഭ്യം പറയുന്ന മുന്നേ സുൽത്താന്റെ വാക്കുകൾ എല്ലാവരിലും ഒരു ഭയം നിറക്കും. തെക്കേക്കാവും വടക്കേക്കാവും ഉത്സവത്തിന് ഒരുങ്ങി. ചെണ്ടമേളവും ശിങ്കാരിമേളവും പൂക്കാവടിയും കൊണ്ട് ഉത്സവപ്പറമ്പ് നിറഞ്ഞു. ഇനി കൊലകൊമ്പന്മാരുടെ എഴുന്നള്ളിപ്പിനായുള്ള സമയമാണ്. എല്ലാ പ്രാവശ്യവും മഹാദേവന്റെ തിടമ്പെടുക്കുന്ന ചിറക്കൽ അനന്തപത്മനാഭനാണ്. ഇരുണ്ട നിറവും നീളൻ കൊമ്പുകളും പനപ്പൊക്കവുമായ കൊലക്കൊമ്പൻ. ചിറക്കൽ തറവാട്ടിൽ ഈ കൊലകൊമ്പിനെ എതിർക്കാനും തോൽപ്പിക്കാനും വേറൊരു ഗജം ആ കരയിൽ മറ്റൊന്നില്ല. അത്രയ്ക്കും അഴകാണ് അവന്. തെക്കേക്കാവിലെ ഉത്സവം നടത്തുന്ന പേരുകേട്ട തറവാട്ടുകാരായ അമരാവതിയിലെ ജിതേശ്വരനാണ്. ജിതേശ്വരന് 3 ആൺമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തവൻ ജയപ്രകാശ്, രണ്ടാമൻ ജയറാം, മൂന്നാമൻ രുദ്രൻ, ഇളയവൾ രൂപ. എന്നാൽ വടക്കേക്കാവിലെ ഉത്സവം നടത്തുന്ന നാട്ടിലെ തന്നെ പ്രമാണിയും പേരുകേട്ട തറവാടിയുമായ ചിറക്കൽ ദേവനാരായണനാണ്. സ്വന്തമായി സ്കൂൾ, ഹോസ്പിറ്റൽ, ബസ്സുകൾ, അങ്ങനെ പല പല ബിസിനസ്. ദേവനാരായണൻ രേവതിക്ക് 4 മക്കളാണ്. മൂത്തവൻ ദേവദാസ്, ദാസേട്ടൻ, ഭാര്യ നവ്യ, മകൾ നിത്യ ദേവദാസ്, രണ്ടാമത് ദേവദത്ത്, ദച്ചുവേട്ടൻ, മൂന്നാമൻ ദേവാനന്ദ്, ദേവൻ, 4ാമത്തത് ദേവനന്ദ, ഏട്ടന്മാരുടെ സ്വന്തം നന്ദൂട്ടി. ചെറുക്കൽ അനന്തപത്മനാഭന്റെ എഴുന്നള്ളത്ത് കാണാൻ നാട്ടുകാർ അക്ഷമയോടെ കാത്തുനിന്നു. ചെവിയുമാട്ടി കൊമ്പും കുലുക്കി നടന്നു വരുന്ന പത്മനാഭൻ ഗജവീരൻ. എന്നാൽ മഹാദേവന്റെ നടയിലേക്ക് പത്മനാഭൻ കയറിയില്ല. ക്ഷേത്രത്തിന്റെ നിഴൽ പതിയുന്നതിന് ഒരു പടി പുറകിൽ പത്മനാഭൻ നിന്നു. വാടാ, ദേവനാരായണൻ വിളിച്ചു. പത്മനാഭൻ അനങ്ങിയില്ല. പാപ്പാൻ തമ്പി തോട്ടി വെച്ച് തട്ടി. ഒരടി വെക്കുന്നില്ല. കൊമ്പിലും തുമ്പിക്കൈയിലും ഒഴിഞ്ഞു വിളിച്ചു. പത്മനാഭന് ഒരു കുലുക്കവുമില്ല. വലിങ്ങുന്നേ, പത്മനാഭ അനങ്ങുന്നില്ല. തമ്പി നിസ്സായതോടെ പറഞ്ഞു. എന്താടാ പിണക്കം? വാടാ. അവന് തലോടിക്കൊണ്ട് ദേവനാരായണൻ വിളിച്ചു. ഒരു രക്ഷയുമില്ല. ദാസാ, വിളിക്കടാ പത്മനാഭനെ തിടമ്പെടുക്കാൻ. എന്താടാ ഇവൻ അനങ്ങാത്ത്?
ഇവൻ വരാതെ ഉത്സവം നടക്കില്ല. വിളിക്ക് ദാസ. ദേവനാരായണൻ ദുഃഖത്തോടെ പറഞ്ഞു. പത്മനാഭ വാടാ, ഉത്സവത്തിന് നേരെടുത്തു. പത്മനാഭനെ തുമ്പിക്കൽ തലോടി ദാസം വിളിച്ചു. പത്മനാഭനൊരു കുലുക്കവുമില്ല. എടാ അനന്ത നടക്കടാ, രേവതി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. പത്മനാഭനൊന്ന് കണ്ണിച്ചിരുന്നു. പത്മനാഭ, നന്ദൂട്ടിയെ വിളിക്കുന്നു, വാടാ, നീ ഇല്ലാതെ ഈ ഉത്സവം നടക്കില്ല, നടക്കടാ. പത്മനാഭന്റെ കണ്ണു നിറഞ്ഞു. എല്ലാവരും മാറി മാറി വിളിക്കുമ്പോഴും ദേവദത്ത് കൈ നെഞ്ചിൽ പിണച്ചേട്ടി നിന്നു. ദേവനാരായണന്റെ ക്ഷമ തീർത്തു നഷ്ടമായി. അതിലേറെ നാട്ടുകാർക്ക് മുമ്പിൽ അപമാനിതനാവുന്നതിന്റെ ദുഃഖവും. പത്മനാഭ നടക്കാൻ. ഈ തവണ ശബ്ദമുയർന്നു. ക്ഷമ തെറ്റി ആദ്യമായി തമ്പിയുടെ കയ്യിൽ നിന്ന് തോട്ടി വാങ്ങി കൊടുത്തു. അപ്പോഴും അനക്കമില്ല. പിന്നീട് ദേഷ്യം തീരുന്നവരെ തള്ളി. പത്മനാഭൻ കരയാൻ തുടങ്ങി. അപ്പോഴൊരടി പോലും മുന്നോട്ട് വെച്ചില്ല. കാഴ്ചക്കാരുടെ നെഞ്ചു നീറി. സഹികെട്ട് ദച്ച് തോട്ടി പിടിച്ചു വാങ്ങി. അച്ഛനിത് എന്താ ചെയ്യുന്നേ? ദച്ചു, നീ ഒന്ന് വിളിക്കും മോനെ, നീ വിളിച്ചാവൻ നടക്കും, വിളിക്ക് ദച്ചു. രേവതി തോളിൽ കൈമുറുക്കിക്കൊണ്ട് പറഞ്ഞു. നിർത്താൻ. ദച്ചുവിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ ഉത്സവപ്പറമ്പ് നിശബ്ദമായി. ചെണ്ടയും മേളവും നിന്നു. എങ്ങും നിശബ്ദത. ദച്ചു, ശാസനയോടെ രേവതി വിളിച്ചു. എന്നെ തടയണ്ടമ്മ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ആരും ഉത്സവം കൂടാൻ കാത്തിരിക്കണ്ട. ഉത്സവം നടക്കില്ല. ഉത്സവം നടക്കണമെങ്കിൽ ഈ നിൽക്കുന്ന ചെറുക്കൽ അനന്തപത്മനാഭൻ തിടമ്പെടുക്കണം. തിടമ്പെടുക്കൽ പോയിട്ട് ഒന്ന് അനങ്ങ പോലും ചെയ്യില്ലവൻ. ഇവൻ ചലിക്കണമെങ്കിൽ അവൻ വരണം. നിങ്ങൾ തെമ്മാടി എന്ന് പറഞ്ഞ മുദ്രകുത്തിയ 3 വർഷം മുമ്പ് നാടും വീടും വിട്ടുപോയവൻ എന്റെ അനിയൻ ചിറക്കൽ ദേവാനന്ദ്. പറ്റുമോ നിങ്ങൾക്ക് അവനെ കൊണ്ടുവരാൻ? എന്നാ ചെന്ന് കൂട്ടിക്കൊണ്ടുവാ ഈ നാട്ടിലെ പേര് കേട്ട തെമ്മാടിയെ, എന്റെ ദേവനെ. ദച്ചു അലറി പറഞ്ഞു. അവന്റെ കണ്ണുകൾ ചുമന്നിരുന്നു. ആ പേര് ഉരുവിടുമ്പോൾ ശരീരത്തിലെ ചോരയുടെ വേഗത കൂടി വന്നു. ഈറനണിയുന്ന കണ്ണുകളിലും കോപത്തിന്റെ തീജ്വാല എരിഞ്ഞു. വരില്ല അവൻ. ഈ നശിച്ച നാട്ടിലേക്ക് ഇനി ഒരു മടങ്ങിവരും ഉണ്ടാവില്ല. അത്രയ്ക്ക് ദ്രോഹിച്ചു നിങ്ങൾ അവനെ. നിങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും തെമ്മാടിയും താന്തോന്നിയുമായ ദേവൻ ഞങ്ങൾ കൂട്ടുകാർക്ക് തെമ്മാടിയല്ല, മറിച്ച് കൂടെപ്പിറപ്പായിരുന്നു. അവനെയാ നിങ്ങൾ. ഒരു നോക്ക് പോലും പെറ്റ അമ്മയെ കാണാതെ, വളർന്ന നാട് വീടും കാണാൻ പറ്റാതെ ലോകത്തിന്റെ ഏതൊരു കോണിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വേണ്ട, ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ അനന്തനെ. ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ഞങ്ങൾ കണ്ടുപിടിക്കും. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും. നിറഞ്ഞു വന്ന കണ്ണുനീർ കൈത്തൊണ്ട കൊണ്ട് തുടച്ചുകൊണ്ട് രുദ്രൻ വേണ്ട. അങ്ങനെ നാടിനും വീടിനും വേണ്ടാത്ത തെമ്മാടി വന്നിട്ട് ഉത്സവം നടക്കുള്ളൂ എങ്കിൽ വേണ്ട ഇങ്ങനൊരു ഉത്സവം. പക്ഷെ പത്മനാഭ, അവന്റെ കൂടെ ചേർന്ന് എന്നെ തോൽപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഈ ചെറുക്കൽ ദേവനാരായണന്റെ ശവമായിരിക്കും നാട് കാണുക. അത്രയും പറഞ്ഞുകൊണ്ട് ദേവനാരായണൻ അവിടുന്ന് ചൂടുപിടിച്ചു. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. മഴ വരവറിയിച്ചു. ക്ഷണനേരം കൊണ്ട് മഴ ഭൂമിയിലേക്ക് പതിച്ചു. മഹാദേവ! രേവതി ആ മഴയിൽ അലറി വിളിച്ചു. അമ്മയുടെ ചുടുകണ്ണീർ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. ആ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. പത്മനാഭ, പത്മനാഭ! ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ ക്ഷണം പത്മനാഭൻ ഉറക്കെ ചിഹ്നം വിളിച്ചു. കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ ഇറ്റു വീണു. ചെവികളാട്ടി അവൻ വിദൂരതയിലേക്ക് നോക്കി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും തിരിഞ്ഞു. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ലോറിയിൽ നിന്ന് അവൻ താഴേക്ക് ചാടി. മഴ പേമാരിയായി പെയ്തിറങ്ങി. കറുത്ത നിറമുള്ള മുണ്ടും കറുത്ത നിറത്തിലുള്ള ഷർട്ടും വളർന്നിറങ്ങിയ താടി, കൊമ്പൻ വീശി, വെട്ടിയൊതുക്കിയ മുടി. ആ വിശ്വരൂപം കണ്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കി നിന്നു. ദേവാനന്ദ്! ഓരോരുത്തരുടെ നാവും അത് ഉച്ചരിച്ചു. ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വരുന്ന ദേവാനന്ദനെ കണ്ട് പത്മനാഭം മുട്ടുകുത്തി. ആ കാഴ്ചയുടെ മഴക്ക് ആക്രമിക്കുന്ന മട്ടിൽ ചെണ്ടമേളവും തായമ്പകവും ശിങ്കാരിമേളവും ഇടിമുഴക്കം പോലെ കൊട്ടിത്തുടങ്ങി. പൂക്കാവടിയും ആട്ടക്കാരും ആടിത്തുടങ്ങി. പത്മനാഭൻ എഴുന്നേറ്റ് നിന്ന് അമ്പലക്കുളത്തിലെ പുണ്യജലം അവന്റെ ശിരസിലൂടെ ഒഴുക്കി. ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി. കയ്യിൽ ഇടിവള മുകളിലേക്ക് കയറ്റി. കഴുത്തിലെ രുദ്രാക്ഷം പതിപ്പിച്ച മാല കൈകൊണ്ട് വലിച്ചു കറക്കി. പത്മനാഭന്റെ തുമ്പിക്കൈയിൽ തലോടി. കാലിൽ ചവിട്ടി കയറിയിരുന്നു. എല്ലാവരും അതിശയത്തോടെ അവന്റെ പ്രവൃത്തികൾ നോക്കി നിന്നു. നടക്കടാ, നടക്കടാ! ആ ഒറ്റ അലർച്ചയിൽ പത്മനാഭൻ മഹാദേവന്റെ നടയിലേക്ക് നടന്നു. അവനെ കാണാൻ കൊതിച്ചവരുടെ കണ്ണു മനസ്സ് നിറഞ്ഞു. അവരാ കാഴ്ച കൺകുളിർക്കെ കണ്ടു. പത്മനാഭൻ തിടമ്പേറ്റി അമ്പലം വലം വെച്ചു. അപ്പോൾ തന്നെ മഴ ശമിച്ചു. ആ അതിശയം കണ്ട എല്ലാവരും മഹാദേവനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. തിടമ്പേറ്റി മഹാദേവനെ വണങ്ങുന്ന ചെറുക്കൽ അനന്തപത്മനാഭൻ, അവന് മുകളിലായി നിൽക്കുന്ന ചെറുക്കൽ ദേവാനന്ദ്. അവൻ കണ്ണുകളടച്ചുകൊണ്ട് ഉറക്കെ ശിവനാമം ഉരുവിട്ടു. ഓം നമ ശിവായ പറഞ്ഞു തീരുമുന്നേ അമ്പലത്തിന്റെ പടിഞ്ഞാറേ മുറ്റത്തേക്ക് അതിനുകൾ കൊട്ടിത്തുടങ്ങി. അത് ആകാശത്തേക്ക് ഉയർന്നു വെക്കുമ്പോൾ ആ വെളിച്ചത്തിൽ പത്മനാഭൻ ഒന്നുകൂടെ തല ഉയർത്തി പിടിച്ചു. നെഞ്ചു വിരിച്ച് ദേവൻ നിൽക്കുമ്പോൾ അതുതന്നെയായിരുന്നു ആ നാട്ടിലെ മഹാ ഉത്സവം. ഉത്സവത്തിരക്കും വെടിമേളവും കെട്ടടങ്ങി. ഒരു പഴയ വായനശാലയിൽ ചേർന്നുള്ള ഒറ്റമുറിയിൽ നിന്ന് അവർ കൂട്ടുകാരന്റെ വരവ് ആഘോഷിച്ചു. ആരൊക്കെയെന്നല്ലേ? ഒന്നാമൻ മുഹമ്മദ് സുൽത്താൻ ഒരു പർദ്ദ ഷോപ്പ് നടത്തുവാണ്. രണ്ടാമൻ കൃഷ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട കിച്ചു.
പഠിച്ചിട്ട് ജോലിയില്ലാത്ത ചില സുഹൃത്തുക്കൾ പറയുന്ന പോലെ PSC പഠിക്കുന്നു. മൂന്നാമൻ ജസ്റ്റിൻ ദേവസ്യ. അതും പിന്നെ ദേവസ്യയെക്കുറിച്ച് റബ്ബറും കൃഷി എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അത് കണ്ണുകൊണ്ട് നോക്കി നടത്തുന്നു. പിന്നെ നമ്മുടെ ദേവാനന്ദം. ഇനി ഒരുത്തം കൂടെ ഉണ്ട്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവൻ. ദാ രുദ്രൻ എവിടെ? ദേവൻ വീട്ടിൽ പോയി. ഇപ്പോൾ വരാന്ന് പറഞ്ഞ് പോയവനാ, കാണുന്നില്ല. മച്ചാൻ പെട്ടെന്നാ തോന്നുന്നു. കൃഷ് അപ്പോഴേക്കും ക്ഷീണിച്ച ആവശ്യമില്ലായി രുദ്രൻ വന്നു. അളിയാ! രുദ്രൻ നേരെ ചെന്ന് ദേവനെ കെട്ടിപ്പിടിച്ചു. എന്താണ് നാറി, മാറിക്ക അങ്ങോട്ട്. ദേവാനെ പിടിച്ചു മാറ്റി. ഷോ, ഒന്ന് സ്നേഹിക്കാന്ന് വിചാരിച്ചപ്പോ എന്റെ സ്നേഹം ഇവിടെ ആർക്കും വേണ്ട. ഓക്കെ രുദ്രൻ. പൊതികെട്ടി കൊണ്ടുകൊടുക്ക് നിന്റെ അപ്പന്, അമരാവതിയിലെ ജിതേശ്വരന്. ജസ്റ്റി അയ്യോ, അതൊന്നും ഓർപ്പിക്കൽ എന്റെ അച്ചായോ. ഒരു യുദ്ധം കഴിഞ്ഞുള്ള വരവാ. രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ടേബിളിന് മുകളിൽ കയറിയിരുന്നു. എന്താടാ, എന്താ പുതിയ പ്രശ്നം? സുൽത്താൻ ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട. ദേവം വരുന്ന ജസ്റ്റ് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പിന്നെ നോക്കിയില്ല, ഒന്ന് പൊക്കിയടിച്ചു. നാട്ടുകാർ തണ്ടികളെ വീഴ്ത്താന്ന് പറയുന്ന 4 സെന്റി ഡയലോഗ് പൂരപ്പറമ്പിൽ വെച്ച് ശത്രുവിന്റെ വീട്ടിലെ തെമ്മാടിയപ്പോ വീഴ്ത്തിയ വകയിൽ അച്ഛന്റെയും ചേട്ടന്മാരുടെയും വക വെടിവഴിപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു വരുന്ന വരവാ. എല്ലാവരും ചിരിച്ചു. നാട്ടുകാരെ വീഴ്ത്താൻ പോയി അവസാനം വീണ നീയായി പോയി അല്ലേ? എങ്ങനെ എല്ലാവരുടെയും കാലിൽ വീണോ അത് അപ്പന്റെ മാത്രമോ? ജസ്റ്റി ഒട്ടും കുറച്ചില്ല, എല്ലാവരുടെയും കാലിൽ വീണു. രുദ്രൻ നാണമില്ലാത്തവൻ. ശരിക്കും നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? കീച്ചി ചോദിച്ചു. ദേവൻ പറയാൻ നിൽക്കവേ രുദ്രൻ തടഞ്ഞു. വേണ്ടളി, ഞാൻ പറയാം. അങ്ങനെ രുദ്രൻ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു തുടങ്ങി. അതായത് എൻ്റെ അപ്പൻ ജിതേശ്വരനും ഇവൻ്റെ അമ്മ രേവതിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച സമയത്താണ് ഇവൻ്റെ അപ്പൻ ദേവനാരായണൻ ഇവൻ്റെ അമ്മയും കൊണ്ട് ഒളിച്ചോടുന്നു. അങ്ങനെ എൻ്റെ ഡാഡി ഇവൻ്റെ ഡാഡി അപമാനിച്ചു. അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയിലായി. അച്ഛൻ പിന്നെ കുടുംബത്തിൻ്റെ അകന്ന ബന്ധുവായിട്ടുള്ള എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു, ശ്രീദേവി. പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ആ പേരും എൻ്റെ അമ്മയുടെ സ്വഭാവം തമ്മിൽ ഒരു ബന്ധമില്ല. അച്ഛനൊരു കയ്യബദ്ധം. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നത് ഞങ്ങൾ മക്കളാണെന്ന് മാത്രം. നല്ല ബെസ്റ്റ് ഫാമിലി, കിച്ചി പറഞ്ഞു. അതിനുശേഷം ആദ്യം ദാസേട്ടൻ ജനിച്ചു. വാശിക്കമ്മ ഗർഭിണിയായി. ജയപ്രകാശ് എന്ന എൻ്റെ വലിയേട്ടനുണ്ടായി. രേവതി അമ്മ രണ്ടാമത് ദേവദത്ത് എന്ന ഈശ്വരനെ പ്രസവിച്ചു. വാശിക്ക് എൻ്റെ അമ്മ ഗർഭിണിയായി ജയറാമേട്ടനെ പ്രസവിച്ചു. എന്നിട്ട് ഇവൻ്റെ അച്ഛന് മതിയായില്ല. അങ്ങനെ മൂന്നാമതായി ഈ വീരശൂര പരാക്രമിയായ ദേവാനന്ദനെ പ്രസവിച്ചു. എൻ്റെ അമ്മ ഈ തങ്കക്കുടത്തിന് പാവ രുദ്രനെ പ്രസവിച്ചു. അങ്ങനെ ഇപ്പൊ നന്ദൂട്ടിയിലെ രൂപയിൽ നിൽക്കുന്നു. ബാക്കിയെല്ലാം ഇനി ഇവൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. എൻ്റെ അമ്മ പ്രാകുന്നുണ്ടാവും. ചിരിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. നാടാ മതി, അങ്ങനെ എൻ്റെ അപ്പനിട്ട് നീ ഒരുപാടങ്ങ് ഊതല്ലേ. എൻ്റെ പാവ അമ്മയും എൻ്റെ കലിപ്പ അച്ഛനും തമ്മിൽ പ്രണയമാണെന്നും ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ അപ്പന് വാശി. അപ്പൊ പിന്നെ പോത്തിനോട് വേദോതിട്ട് കാര്യമെന്ന് അച്ഛന് തോന്നിക്കാണ്. പിന്നെ ഞാനെൻ്റെ ചേട്ടന്മാരും നന്ദൂട്ടിയൊക്കെ പ്രണയത്തിൽ ജനിച്ചവരാ, അല്ലാതെ വാശിയിലല്ല. അല്ല പിന്നെ ദൈവം വിട്ടുകൊടുത്തില്ല. ഓ മതി, എന്തൊരുള്ള ഫ്ലാഷ് ബാക്കാണ് അളിയന്മാരെ. മോശം, മഹാമോശം. കിച്ചു. അവൻ്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു. അവർ ചർച്ച തുടർന്നു. എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത നിങ്ങളുടെ 3 വർഷം? ദേവൻ സിഗരറ്റ് ചുണ്ടോടിയർത്തുകൊണ്ട് ചോദിച്ചു. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ മച്ചാ. പുല്ലുവില കൂടെ ഇല്ലായിരുന്നു. നാട്ടുകാർക്ക് പുച്ഛം, വീട്ടുകാർക്ക് അൾട്ടിമേറ്റ് പുച്ഛം. നിന്റെ എവിടെ കിച്ചു? നമുക്ക് എന്ത് മച്ചാ, രാവിലെ PSC ക്ലാസ്സിൽ പോകും, കളക്ഷൻ എടുക്കും, തിരിച്ചു വരും. അന്നും ഇന്ന് ഇത് തന്നെ തൊഴിൽ. വായ്നോട്ടത്തിന് ഇപ്പോഴും ഒരു കുറവില്ല അല്ലേ? ദേവൻ ചോദിച്ചു. ഉച്ചക്കല അളിയാ, അതൊരു കലയാണ്, കല. അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കിച്ചു. അതെ, ഇവന് വല്ലാത്ത കഴിവിന്റെ ഫലമായിട്ട് ആഴ്ചക്ക് ഇടിയാണ് ആളുമാരുടെ അപ്പൻ്റെയും അങ്ങളുമാരുടെയും കയ്യിൽ നിന്ന്. രുദ്രൻ പറഞ്ഞു. അതേ മച്ചാ, പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ ഭയങ്കര സ്ട്രോങ്ങാ. ചോദിക്കുന്നതിന് മുന്നല്ലേ പറയുന്നത്, ചേട്ടാ ദയവ് ഇത് പ്രപ്പോസ് ചെയ്ത് എനിക്ക് ഇഷ്ടമല്ല, ഓൾറെഡി കമ്മിറ്റ് ആണെന്ന്. അപ്പൊ പിന്നെ ഞാനോട്ട് വിട്ടു കൊടുക്കില്ല. അയ്യ മോളെ, നിന്നോടല്ല നിന്റെ അനിയത്തിയോടാണ് ഇഷ്ടമെന്ന് ഞാനും പറയും. അപ്പൊ പിന്നെ അവിടെ നാവടഞ്ഞു പോകും. ബാക്കി ചിലരുണ്ട്, ചില അലവരാതി, അത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ തല്ലായി ഭീഷണിയായി. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ആചാരങ്ങൾ. സില്ലി ഗേൾസ്. കിച്ചു. അങ്ങനെ അവരുടെ സംസാരം തുടർന്നു. കളിയും തമാശയുമായി. സമയം സന്ധ്യയോടെ അടുത്തപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. ഞാൻ നിസ്കരിച്ചിട്ട് അമ്പലത്തിലേക്ക് വന്നേക്കാം, നിങ്ങൾ ചെല്ല്, സുൽത്താൻ പറഞ്ഞു. എന്നാൽ ശരി, ഞങ്ങളുടെ കുളി പാസ്സാക്കി അമ്പലത്തിൽ വരാം, ജസ്റ്റിൻ രുദ്രനും കിച്ചും പറഞ്ഞു. ഇനി അമ്പലത്തിലെന്താ, നേരെ ഇങ്ങോട്ട് വാ, ഞാനിവിടെ ഉണ്ടാവും. ദേവൻ. ഇവിടേക്കോ? അപ്പൊ നീ വരുന്നില്ലേ വൈകുന്നേരത്തെ പരിപാടിക്ക്? സുൽത്താൻ ചോദിച്ചു. എന്ത് പരിപാടി? എൻ്റെ ദേവ, ഇന്ന് ഭദ്രയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഞങ്ങളത് കാണാൻ പോവാ. ജസ്റ്റി. ഏത് ഭദ്ര? സംശയത്തോടെ ദേവൻ ചോദിച്ചു. അയ്യേ, ഭദ്ര അറിയില്ലേ? സില്ലി ബോയ്, കലാമണ്ഡലം ഭദ്ര ബാലകൃഷ്ണൻ, ഡോക്ടർ ഓഫ് ബാലകൃഷ്ണൻ, ഭദ്ര നിവാസ്, 8ാം വാർഡ്, കേരളാപുരം പഞ്ചായത്ത്. സ്കൂൾ കേരളാപുരം ഹൈസ്കൂൾ, CDS കോളേജ്, എറണാകുളം. 3 വർഷം നാട്ടിലില്ലായിരുന്നു, ഡാൻസ് പഠിക്കാൻ പോയി. കിച്ചു. നമ്മുടെ കോഴിക്കുഞ്ഞുള്ളപ്പോൾ വേറെ എന്ത് വേണം? എന്തു ആടേ? രുദ്രൻ. ഓ ആരാവട്ടെ, ഡാൻസിങ് ഡാൻസ്, ദേവൻ പറഞ്ഞു. ഡാൻസിങ്ങിൽ ഡാൻസോ? അതൊക്കെയല്ലേ ഡാൻസ്. അങ്ങ് ലയിച്ചെന്ന് പോകും. ഞാൻ വായി നോക്കാത്ത ഒരേ ഒരു പെൺകുട്ടി അത് ഭദ്ര മാത്രം. അതിന് കാരണമുണ്ട്.
എന്നെക്കാൾ സ്റ്റാൻഡേർഡുള്ള ഈ നാട്ടിലെ ഒരേ ഒരു പെൺകുട്ടി അത് ഭദ്രയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇച്ചിരി ബഹുമാനാ കിച്ചു. ഇവൻ നോക്കാത്ത പെൺകുട്ടി അപ്പൊ നല്ല കുട്ടിയാണ് സാരം. ആ കുട്ടിക്ക് യോഗമുണ്ട്, അവളെ കെട്ടുന്നവനും ജസ്റ്റ്. മതി നടക്ക് സുൽത്താൻ. അങ്ങനെ അവർ പിരിഞ്ഞു. 7 മണിയോടടുത്തപ്പോൾ ഉത്സവപ്പറമ്പ് ജനസാഗരമായി. നമ്മുടെ തെമ്മാടിയും പിള്ളേര് ഹാജരിട്ടു. ഇരുണ്ട രാത്രിയിൽ നിലാവിന്റെ ശോഭയിൽ തിളങ്ങുന്ന നാടും നാട്ടുകാരും. മറുവശത്ത് പല നിറങ്ങൾ കൊണ്ട് ഒരുക്കിയ പന്തൽ, അതിൽ ചുവന്ന ബൾബുകൾ തെളിയിക്കുന്ന ഓം നമ ശിവായ എന്ന ശിവനാമം. ഭംഗിയായിട്ട് ഒരുക്കിയ വേദി, വലതുവശത്തായി തെളിയിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക്. ഉടലിന്റെ കവിതയാണ് നൃത്തം. ചടുലമായ ചലനങ്ങളിൽ മുദ്രകൾ കൂടി കൊരുക്കുമ്പോൾ അഴകിന്റെ ആഴങ്ങളിൽ ഭാവങ്ങൾ തെളിഞ്ഞു കാണാം. ഒരേ സങ്കേതങ്ങൾ കൊണ്ട് ആവിഷ്കരിക്കപ്പെടുമ്പോഴും തന്റെ തന്മയെ അനന്യമായി അടയാളപ്പെടുത്തുന്ന നർത്തകികളെയാണ് കാലം ഓർത്തു വയ്ക്കുക. തന്റെ ഉടൽ വേഗങ്ങൾ കൊണ്ട് കൊത്തിയ അനുഭവമായ നൃത്തശില്പങ്ങളിലൂടെയാവും പിന്നിട്ടരങ്ങ് ഈ നർത്തകിയെയും ഓർക്കുക. വികാരാവിഷ്കാരത്തിനും ആശയ സംവേദനത്തിനും വേണ്ടി നടത്തുന്ന കേവലമായ അംഗചലനങ്ങളല്ല ഈ നർത്തകിയുടെ നൃത്തം, മറിച്ച് ജീവിതം തന്നെയാണ്. തൻ്റെ ഉള്ളിൽ അത്രയും തീവ്രമായി ആവിഷ്കരിക്കാൻ നൃത്തം പോലെ മറ്റൊരു മാധ്യമത്തിനും ശേഷിയില്ലെന്ന ഉറപ്പാണ് ഇപ്പോഴും പ്രണയത്തോടെയും അർപ്പണബോധത്തോടെയും അരങ്ങിലെത്താൻ ഈ നർത്തകിയെ പ്രേരിപ്പിക്കുന്നു. അരങ്ങിന് തൻ്റെ മനസ്സിൻ്റെ പ്രകാശന സ്ഥലം കൂടിയായിട്ടാണ് ഈ നർത്തകി കാണുന്നത്. പ്രണയവും വിരഹവും വിഷാദവും വിദ്വേഷവും ക്രോധവും ഒക്കെ ഞൊടിയിടയിൽ മിന്നിമറയുന്ന മുഖം. ഗഹനമായ ആശയങ്ങളെ ലളിതമായി ആവിഷ്കരിക്കാനാണ് ഈ നർത്തകി എപ്പോഴും ശ്രമിക്കാറുള്ളത്. പാദങ്ങളിൽ ബന്ധിതമാക്കപ്പെടുന്ന കഥാപാത്രങ്ങളുടെ വികാര വിചാരങ്ങളെ അംഗോപാംഗ ചലന വിന്യാസത്തിന്റെ സൗന്ദര്യം കൊണ്ടും ഭാവാവിഷ്കാരത്തിന്റെ ഘരിമ കൊണ്ടും മനോധർമ്മത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ആഴത്തിൽ അനുഭവിപ്പിക്കാനുള്ള ശേഷിയാണ് നൃത്തമണ്ഡപത്തിൽ ഈ നർത്തകി ഇത്രമാത്രം സ്വീകാര്യാക്കിയത്. നാളിന്റെ അഭിമാനം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ ഡോക്ടറുടെ പ്രിയപുത്രി സസ്നേഹം സ്വാഗതം ചെയ്യുന്നു കലാമണ്ഡലം ഭദ്ര ബാലകൃഷ്ണനെ. സ്റ്റേജിന്റെ മധ്യഭാഗത്തായി വെളുത്ത നിറമുള്ള ലൈറ്റ് തെളിഞ്ഞു. സ്റ്റേജിന്റെ പുറകിലേക്ക് മുദ്രകളോടെയുള്ള കൈകളാൽ തിരിഞ്ഞു നിൽക്കുന്ന വിശ്വരൂപം. അവളുടെ ശരീരവടിവ് ശില്പികൾ കൊത്തിവെച്ച ശില പോലെ പ്രകാശിച്ചു. ചുവപ്പും കറുപ്പും നിറമുള്ള ഉടയാട, നിതംബം വരെ നീളുന്ന മുടി, അതിൽ മുല്ലപ്പൂവും ചുവന്ന റോസാപ്പൂവും ഭംഗിയായി കോർത്ത് അണിഞ്ഞിട്ടുണ്ട്. കാലിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ചിലങ്ക. കണ്ണിമച്ചിമാതെ എല്ലാവരും സ്റ്റേജിലേക്ക് ഉറ്റുനോക്കി. അവർക്കായി അവൾ ഒരുക്കിയത് ഒരു ഫ്യൂഷൻ ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. പാട്ട് സ്പീക്കറിലൂടെ മുഴുങ്ങിക്കേട്ടു. വിടർന്ന കണ്ണുകൾ, റോസാപ്പൂവ് പോലെ മൃദുലമായ അധരങ്ങൾ, സൗമ്യമായ ഭാവത്തോടെ ചിരിച്ച മുഖത്താൽ അവൾ ചൂടുകൾ വെക്കുമ്പോൾ അത് കുളിർമഴയായി എല്ലാ കാണികളുടെയും ഉള്ളിലേക്ക് പ്രവഹിച്ചു. വെളുത്ത നിറമുള്ള ലൈറ്റ് മാറി നീലയായി ഒരു ഫ്യൂഷൻ സോങ്സിൽ അടുത്ത പാട്ടൊഴുകി. സ്വയം അവൾ ഒരു പാർവതിയായി മാറിയിരുന്നു. തൻ്റെ ദേവനെ വർണ്ണിക്കുമ്പോൾ അവൾ മഹാദേവനെ പ്രണയപൂർവ്വം വർണ്ണിച്ചു. നീല നിറമുള്ള വെളിച്ചത്തിൽ അവൾ ഒരു നദിയായി ഒഴുകി. നദിയിൽ നിന്ന് അവ ചോരപ്പുഴയായി മാറി. വെളിച്ചം ചുമപ്പിലേക്ക് മാറുമ്പോൾ അവൾ സ്വയം കാളീരൂപം സ്വീകരിച്ചിരുന്നു. ക്ഷിപ്രകോപിയായ മഹാദേവന്റെ പാതിയായ മഹാകാളി. ഒരേ സമയം അവൾ ഭദ്രകാളി സ്വരൂപവും ശിവന്റെ താണ്ഡവ രൂപവും സ്വീകരിച്ചിരുന്നു. ശിവതാണ്ഡവം. ഉടലും ഉയരും അവൾ നൃത്തത്തിൽ സമർപ്പിച്ചുകൊണ്ട് ലയിച്ചാടുകയാണ്. അവളുടെ ദേവനോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ അതികഠിനമായ തലത്തിലുള്ള സമർപ്പണം. സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് കൈയടിച്ച് അവൾ നിറഞ്ഞൊരു പുഞ്ചിരി എല്ലാവർക്കും സമ്മാനിച്ചു. എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി ഭദ്ര സ്റ്റേജിൽ നിന്നിറങ്ങി. ഭദ്രേ, പുറകിൽ നിന്നുള്ള വിളിക്കേട്ട് ഭദ്ര തിരിഞ്ഞു. ഇക്കു. സുൽത്താനെ കണ്ടവൾ അടുത്തേക്ക് ചെന്നു. നന്നായിരുന്നു കേട്ടോ ഡാൻസ്. താങ്ക്സ് ഇക്കു. പതിഞ്ഞ സ്ഥലത്തിൽ അവൾ പറഞ്ഞു. നീ എപ്പോഴാണ് വന്ന്? വരുന്ന കാര്യം അറിഞ്ഞില്ല. ഡോക്ടർ എന്ന് പറയുന്നത് സുഖല്ലേ? സുൽത്താൻ ചോദിച്ചു. ഇങ്ങോട്ട് ഒരു തിരിച്ചു വരാൻ ആഗ്രഹിച്ചില്ല. ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. അച്ഛൻ മരിച്ചു 1 മാസം മുമ്പ്. ഭദ്ര ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അയ്യോ, എങ്ങനെയായിരുന്നു? ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഇപ്പൊ നീ? നെഞ്ചുവേദനയായിരുന്നു. മനസ്സിന് താങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. അതും ഞാൻ കാരണം. ജന്മം തന്നപ്പോൾ തന്നെ അമ്മയെ കൊന്നു. ഇപ്പൊ ഇതാ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛനെയും. അവളൊന്ന് വിതുമ്പി. അതിനിപ്പോ എന്താ ഉണ്ടായി? നീ കാര്യം പറ. അവൾക്ക് നടന്ന കാര്യങ്ങൾ സുൽത്താൻ മുമ്പിൽ മനസ്സ് തുറന്നു. പണ്ട് അവൾ അങ്ങനെയായിരുന്നു. അവളുടെ ഇക്കുവിനോടൊന്നും മറച്ചു വെക്കാൻ അവൾ കഴിയില്ല. മറച്ചു വെക്കാൻ അറിയില്ല എന്നാണ് സത്യം. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഇറങ്ങണമെങ്കിൽ. നീക്കറിയില്ല ഭദ്ര, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നീ എത്ര ശ്രമിച്ചാലും എത്ര ഒഴിഞ്ഞു മാറിയാലും വിധി നിന്നെ ഈ നാട്ടിൽ തന്നെ എത്തിക്കും. കാരണം ആ മഹാദേവൻ അറിയാം നിന്റെ മനസ്സ്. എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക. വേണ്ട, എനിക്ക് ഈ നശിച്ച നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. എനിക്ക് നഷ്ടങ്ങൾ മാത്രം നൽകിയ നാടാണിത്. ഇന്നൊരു അനാഥ പെണ്ണായി എനിക്കറിയില്ല മുന്നോട്ടുള്ള ജീവിതം എന്താവുമെന്ന്. എനിക്ക് നിന്നെ പുറയിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഉമ്മാരുടെ സ്വഭാവം അറിയാലോ. പിന്നെ മുനീറ നിൽക്കാൻ കഴിഞ്ഞ് 2 മാസം കഴിയുന്ന മുന്നേ കെട്ടിയോ മരിച്ചു. അന്ന് മുതലോട് പുറയിലുണ്ട്. നാദ്രയുടെ നിൽക്കാതെ നടത്താൻ നോക്കുന്ന തിരക്കിലാണ് ഉപ്പ. അതിൻ്റെ ഇടയിൽ അന്നെ കൂടെ കൊണ്ടുപോയാൽ എൻ്റെ മയ്യത്തെടുക്കും ഉമ്മ. അതൊന്നും സാറിലേക്കും. ഇപ്പം എനിക്കൊരു സംരക്ഷണം ഉണ്ടല്ലോ. എത്ര നാളത്തേക്കെന്ന് അറിയില്ല.
പക്ഷെ ആ രക്ഷയിലുള്ളവര് ഈ നാട്ടിൽ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സുരക്ഷിതമായ കൈകളാണത്. അതെ, ആ വിശ്വാസം എനിക്കുണ്ട്. ശരിക്കും ഞാൻ പോട്ടെ, ഇപ്പോഴേ ഒരുപാട് വൈകി. ഇനിയും വൈകിയാൽ മൊയ്തീനിക്ക വഞ്ചിയും കൊണ്ട് അക്കരയെത്തും. അതും പറഞ്ഞുകൊണ്ട് അവൾ യാത്രയായി. സുൽത്താൻ പുറകിൽ നിന്ന് വിളിച്ചു പോയി. അതെ, ഞാൻ കൂടെ വരണോ? വേണ്ടിക്ക, ഞാൻ പോയിക്കോളാം. അവൾ മറുപടി കൊടുത്തു. എന്താണ്, പുതിയ വാച്ചാണോ? കുറെ നേരമായി നോക്കുന്നു. കിച്ചു. പോടാ ദേവൻ. നിനക്ക് എവിടെയും പോകാനുണ്ടോ? സുൽത്താൻ ചോദിച്ചു. അത് മമ്മു വീട്ടിലേക്ക് പോകണം. വന്നേ പിന്നെ കയറിയിട്ടില്ല. അമ്മ കാത്തിക്കുന്നുണ്ടാവും. ദേവൻ മറുപടി പറഞ്ഞു. ശരി, നീ ചെല്ല്. മൊയ്തീനിക്ക് വഞ്ചിറക്കുന്നേ ഉള്ളൂ. ചെല്ല്. എന്നാൽ ശരി, ഞാൻ പോവാണ്. നാളെ കാണാം. ദേവൻ യാത്ര പറഞ്ഞിറങ്ങി. മൊയ്തീനിക്ക, ആളുണ്ട്. ദേവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു. മൊയ്തീൻ വഞ്ചിയെടുപ്പിച്ചു. ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി കായലിലെ വെള്ളം തേവിക്കൊണ്ട് ദേവൻ വഞ്ചിക്ക് സമീപം നടന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. വഞ്ചിയിൽ റാന്തിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ പൗർണമി രാത്രി പൂർണ്ണചന്ദ്രൻ കായലിലേക്ക് വീണ് കിടക്കുന്ന പോലെയാണ് പ്രതിച്ഛായ. അതിൽ സുന്ദരിയായ ഭദ്ര നൃത്തവേഷം അഴിച്ചു മാറ്റി നീളം മുടി പിന്നിക്കെട്ടി ഭംഗിയായി വെച്ചിരിക്കുന്ന മുല്ലപ്പൂവ്. നെറ്റിയിലൊരു വട്ടപ്പൊട്ട്. സാരിയാണ് വേഷം. എന്നിരുന്നാൽ അവിടെ അഴക് മുഴുവൻ കവർന്നെടുത്തത് അവിടെ കല്ല് പതിപ്പിച്ച മൂക്കുത്തിയായിരുന്നു. ദേവൻ വഞ്ചിയിലേക്ക് കയറി. ഭദ്രയ്ക്കെതിരായി മരത്തിൻ്റെ ഇരിപ്പിടത്തിൽ അവൻ സ്ഥാനം പിടിച്ചു. അവളുടെ മുഖത്തേക്ക് പോലും അവൻ നോക്കിയില്ല. ഭദ്രയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. മോനെ, അന്നെ കണ്ടിട്ട് ഇപ്പം എത്ര വർഷമായി? ഏടായിരുന്നു എനിക്ക് ഇത്രയും നാള്? മൊയ്തീൻ ചോദിച്ചു. നമ്മൾ നാടൊന്നും വീട്ടിൽ എന്നെ മൊയ്തിക്കാം. അല്പം തെക്കോട് വെച്ച് പിടിച്ചു. പാലക്കാട് തമിഴ്നാട് ബോർഡർ വാളയാർ. അവിടെ ഒരു ജൂനിയർ പരമശിവായി വിലസി. കള്ളക്കടത്തും പരിപാടികളായിട്ട് അങ്ങ് പോയി. ദേവൻ താടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. ഇതാപ്പം നന്നായി. ഞാൻ വിചാരിച്ചു പല ദുബായിലോ ബോംബെയിലൊക്കെ പോയി കാണുന്നു. പിന്നെ എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട, ഒന്നിനി നമ്പാൻ കൊള്ളില്ലാന്ന്. അത് പിന്നെ നാട്ടിൽ നിൽക്കുന്ന സുഖം വേറെ എവിടെ പോയാലും കിട്ടുമോ? ഇതൊക്കെ പകല് മുഴുവൻ പണിയെടുത്ത് വല്ല പുഴയിലോ കായലിലോ കുളിയും കഴിഞ്ഞ് തട്ടുകടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് രണ്ടെണ്ണം അടിച്ച് കിടക്കുന്ന സുഖം കിട്ടുമോ? പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ല. ദേവൻ, ഇപ്പം എൻ്റെ കുടിയും വലിയും നിന്നില്ല പിള്ളേ. ഇങ്ങനെ പോയ കണക്ക് പെണ്ണ് കിട്ടില്ല കേട്ടോ. പെണ്ണ് അതിന് നമ്മൾ കെട്ടുന്നില്ലെങ്കിലും മൊയ്തിക്കാം. പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട. ദേവൻ ഇങ്ങനെ. അത് ചെറുക്കൽ തറവാട്ടിലെ പറമ്പിൽ തെക്കോട്ടെടുക്കുന്നവരിങ്ങനെ തന്നെ. നിങ്ങൾ അത് വിടി. നാളെ വല്ലതും ഉണ്ടോ മൊയ്തിക്കാം? നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പൂതി. മൊയ്തീൻ ഭദ്രയെ നോക്കി. ഭദ്രയുടെ ചർച്ച കേട്ട് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യുന്ന അവസ്ഥയിലാണ്. ഒന്ന് വീടെത്തിയാൽ മതിയെന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മൊയ്തീൻ്റെ നോട്ടം അവളിലാണെന്ന് മനസ്സിലായപ്പോൾ ദേവൻ ഭദ്രയെ നോക്കി. ഞാൻ വഞ്ചിയിൽ നിന്ന് കുടിക്കുന്നതിന് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഗൗരവത്തിൽ ദേവൻ ചോദിച്ചു. ഭദ്ര ഒന്ന് ഭയന്നു. ഇല്ലെന്ന് അവൾ തലകുലുക്കി. കേട്ടല്ലോ മൊയ്തിക്ക, അവൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ സാധനം എടുക്കി. മൊയ്തി റാന്തിൽ താഴെ ചാരായം എടുത്ത് അവൻ നീട്ടി. അതിനിടയ്ക്ക് എപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അവനിലേക്ക് ചലിച്ചു. ഇല്ലേ, വേണ്ട. ഇനി നമ്മളായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി നർത്തകിയെ അപമാനിച്ചെന്ന അടുത്ത പരാതി നമ്മളില്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് ദേവനൊരു ചിരി ഭദ്രയ്ക്ക് സമ്മാനിച്ചു. അവൻ്റെ നുണക്കുഴി അന്നാണ് അവൾ ആദ്യമായി കാണുന്നത്. അവൾ കണ്ണെടുക്കാതെ ദേവനെ നോക്കി. എന്താടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നേ? ചിരിയും എന്നാൽ ഗൗരവം ഇടകലർന്നൊരു ചോദ്യമായിരുന്നത്. എൻ്റെ ദേവ, ഈ ആ കൊച്ചിന് വെറുതെ വിടുക. ആ പാവം പേടിച്ചു പോയി. ഈ സമയം കൊണ്ട് വഞ്ചി കരക്കടുത്തിരുന്നു. മൊയ്തിക്ക് അവരെ കരയിലിറക്കി നേരെ അടുത്ത കരയിലേക്ക് വെച്ച് പിടിച്ചു. ഭദ്ര അവളുടെ ബാഗുമായി മുന്നിൽ നടന്നു. പുറകിൽ മുണ്ടും മടക്കി കുത്തി ദേവനും. അല്പദൂരം ചെന്നപ്പോൾ ദേവനൊരു ഇടവഴിയിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് തിരിഞ്ഞവൾ നോക്കി. താൻ ഒറ്റയ്ക്ക് പോവോ? ദേവൻ ചോദിച്ചു. അവൾ മറുപടി നൽകി. കേൾക്കേണ്ട താമസം ദേവൻ സിഗരറ്റും ചുണ്ടോടിയെടുത്ത് മുമ്പോട്ട് നടന്നു. ഭദ്ര തിരിഞ്ഞു നോക്കാൻ നടന്നു. പെട്ടെന്ന് നായ്ക്കളുടെ ഓളിയുടെ ഉയർന്നു കേട്ടു. ജാങ്കോ, നീ അറിഞ്ഞോ? ഞാൻ പെട്ടുട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ പോകും? ആഹാ, നല്ല പാലപ്പൂവിൻ്റെ ഗന്ധം. നായ്ക്കൾ ഓളിയിടുന്നു. ദേവിയെ, ഇനി വല്ല യക്ഷി ഇറങ്ങുന്ന നേരാണ്. അവൾ ആത്മവിശ്വാസം മുന്നോട്ട് നടന്നു. വീണ്ടും ഓളിയിടൽ ഉയർന്നു വന്നു. അവൾ ചെവികൾ ഇറുകിയടച്ചുകൊണ്ട് അവിടെ നിന്നു. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ. അങ്ങനെ അവൾ ഓരോ നാമവും ചൊല്ലി അവൾ പതിയെ കാലുകൾ മുന്നോട്ട് വെച്ചു. അവസാനം വീടിൻ്റെ വേലി കണ്ടപ്പോൾ ഒരോട്ടമായിരുന്നു. അവൾ വേലി പതിയെ നീക്കി അകത്തേക്ക് നടന്നു. ഇരുട്ട് നിറഞ്ഞ വീട്. കാത്തിരിക്കാൻ പോലും ആരുമില്ല. അനാഥത്വം അവൾ വേട്ടയാടി തുടങ്ങിയിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് അവൾ വീട് മുമ്പിൽ ലൈറ്റ് ഓൺ ചെയ്തു. ഇതേ സമയം ദേവൻ സമയം 10 മണിയായപ്പോൾ അമ്മയെ ഫോണിൽ വിളിച്ചു. അമ്മ കഴിച്ചിട്ട് കിടന്നുള്ളൂ, ഞാനൊന്നും വരുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവസാനിച്ചു. ദേവൻ മുന്നിൽ കാണുന്ന മുള്ളുവേലി കൊണ്ട് നിർമ്മിച്ച തടസ്സം എടുത്തു മാറ്റി മുന്നിലുള്ള വീട്ടിലേക്ക് നോക്കി. ഒരു ഓടിട്ട വീട്, മുറ്റത്തൊരു ചെറിയ തുളസിത്തറ, ചുറ്റും പനനീർ പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന മുറ്റം. ദേവൻ സ്റ്റെപ്പ് കയറി കഥകിൽ തട്ടി. 1-2 തവണ തട്ടിയിട്ട് കഥക് തുറന്നില്ല. കഥക് തുറക്ക്, ഇത് ഞാനാ ദേവൻ. പറഞ്ഞു തീർന്ന് അവൾ കഥക് തുറന്നു. അഴിഞ്ഞു വീണ മുടി കെട്ടിക്കൊണ്ട് അവൾ ദേവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
ഉടനെ അകത്ത് ചെന്ന് പായും തറയെടുത്ത് പുറത്തിട്ടു. ആ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. അവനത് വിരിച്ചു കിടന്നു. ഫോണിൽ റേഡിയോ ഓണാക്കി.